സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി ഏറെ ബഹുമാനത്തോടുകൂടി CK മുഹമ്മദ് അലി സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമുഅലൈക്കും. നമസ്കാരം. ഏറെ നേരമായി രാവിലെ മുതൽ നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെയുള്ള ഓരോ സെഷനുകളായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ്. നമ്മൾ പറയുന്നത് ഹൈക്കോൺ സ്റ്റുഡന്റ് കോൺഫറൻസിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിന്റെ കൗമാരമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നേരത്തെ PMA സലാം സാഹിബ് ഓർമ്മിപ്പിച്ചതുപോലെ, അതുപോലെ ഈ അഹമ്മദ് സാഹിബിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ നിരന്തരമായി കേൾക്കുന്നത് എങ്ങനെയാണ് ഇന്ന് ഈ രീതിയിലേക്കുള്ള ഒരു വളർച്ചയിലേക്ക്, വിദ്യാഭ്യാസത്തിലേക്കൊക്കെ നമ്മൾ എത്തിയത് എന്നാണ്. ഒരു പക്ഷേ ഇന്ന് ഈ കോൺഫറൻസിൽ ഒരുപാട് കുട്ടികൾ വന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു സെഷനിൽ അവശേഷിക്കുന്നത് നിങ്ങളെ പോലെയുള്ള ഏതാനും ചില കുട്ടികളാണ്. നാളെ നിങ്ങൾ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളടുത്ത് ചോദിക്കുമായിരിക്കും, നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കോൺഫറൻസിന്റെ ഭാഗമായത്, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാകണോ, ഈ രാഷ്ട്രീയം നമ്മൾ പറഞ്ഞതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഒരു പക്ഷേ ഇവിടെ രാവിലെ തൊട്ട് ഇത്രയും നേരത്തെ സംസാരങ്ങൾ നമ്മൾ രാഷ്ട്രീയവും സാങ്കേതിക വിദ്യയും വിവിധ മേഖലകളിലെ പ്രാവീണ്യം നേടിയിട്ടുള്ളവരൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും നമ്മളുടെ ഉള്ളിൽ ചില ആശങ്കകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ എന്തിന് രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കണം, ഈ ഒരു സാമൂഹിക ചുറ്റുപാടിൽ ഞാൻ ചെയ്യുന്ന ശരി ഏതാണ്, തെറ്റ് ഏതാണ്? നമ്മൾ ഈ ഒരു ടീനേജ് എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന, നമ്മളോട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇന്നിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ വാർത്തകളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ടാവും കേന്ദ്രം എങ്ങനെയാണ് ഇവിടെ ഭരിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് RSSന്റെയും ഫാഷിസ്റ്റ് അജണ്ടകളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഫാഷിസം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു 4 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ ആശയത്തിന് മാത്രമേ നമ്മൾ മുഖവിലക്ക് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും നമ്മൾ മാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫാഷിസം എന്ന് പറയും. അതായത് ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ മാത്രം ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ആയി മാറുന്ന സമയത്ത് നമ്മൾ അതിനെ ഫാഷിസം എന്നാണ് പറയുന്നത്. അപ്പൊ RSSനെ നമുക്കറിയാം, RSSന്റെ ഫാഷിസ്റ്റ് അജണ്ടകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഭരണ സംവിധാനങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതേസമയം തന്നെ നിങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികളാണ്. അപ്പൊ ചില സമയങ്ങളിൽ ഇപ്പൊ ഒരു തട്ടം ധരിക്കുന്നത് മുതൽ നമ്മൾ വിശ്വാസികളാണ്, നമുക്ക് ഒരുപാട് നമ്മളുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിലപാടെടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയാണ് ഇതാണ് എന്റെ ചോയ്സ്, അല്ലെങ്കിൽ ഇതെനിക്ക് നിർബന്ധമാണ് എന്ന് ഞാൻ പറയുന്ന സമയത്ത് അതിനെതിരെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഞാൻ എന്നെ എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇന്നിപ്പോ ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് നാളെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമുകളിലേക്കോ നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കോ നിങ്ങൾ പോകുന്ന സമയത്ത് എന്തിന് നിങ്ങൾ ഇതിൽ പങ്കെടുത്തു എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ താമസിക്കുന്ന, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത്തരത്തില് നമ്മളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ ഒരു സാമൂഹിക ഒരു പരിസരത്തിൽ നിന്നുകൊണ്ട്, രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം, നമുക്ക് നമ്മളെ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാൻ, അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ അബ്ദുള്ള ബാസിൽ സാറിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ CK മുഹമ്മദ് അലി സാറിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു, നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത്, നമ്മളിവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നേരത്തെ സെൽവ മർദാൻ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളുടേത് മാത്രമല്ല, നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളുടെ ചുറ്റുപാടുമായിട്ട്, നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ട്, നമ്മളുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ ബാസിൽ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള, സാർ ഇപ്പൊ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എടുക്കുന്ന ഒരുപാട് നിലപാടുകളുടെ പേരിൽ ഒരു വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ അത് തുറന്നു പറയുന്ന സമയത്ത് ഒരു അപകർഷതാബോധം ഇൻജക്ട് ചെയ്യുന്ന, നമ്മൾ അപരിഷ്കൃതരാണ് അല്ലെങ്കിൽ നമ്മൾക്ക് പുരോഗമനമില്ല എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഇപ്പൊ ഈ വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, ഞാൻ എന്നെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്, ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ പരിഷ്കൃതരാണ്, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനെ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളോട് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അസ്സലാമു അലൈക്കും. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഇപ്പൊ എല്ലാവരും സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ക്യാമ്പസിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്.
നമ്മൾ ഈ രൂപത്തിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ചും ഒരു സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിമാണ് അല്ലെങ്കിൽ ഇന്ന ഒരു ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഈ ലോകത്ത് ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ അർഹരല്ല, അല്ലെങ്കിൽ ഈ കാലത്ത് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ എന്ന ഒരു ചിന്ത പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്കടക്കം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ നമ്മളിലേക്ക് വിളിച്ചുകൊണ്ട് നമ്മളെ തളർത്തിക്കളയാൻ പലപ്പോഴും പല ഭാഗത്തു നിന്നും വിളികൾ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഞാൻ എൻ്റെ സംസാരം വളരെ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും, ഞാനിവിടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആശയത്തെക്കുറിച്ചാണ്. ആ ആശയത്തിലൂടെ ഈ വിളിയുടെ അടിസ്ഥാനത്തിലേക്ക് എത്തും. അതായത് ലിബറലിസം എന്നുള്ളതാണ് ആ ആശയം. ലിബറലിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ എന്തോ ഒരു ടേമാണ്, അതുകൊണ്ട് അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിന്റെ ഭയങ്കര ജാർഗൻസിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് ഈ ലിബറലിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായി ചില കാര്യങ്ങൾ മാത്രം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിരീശ്വരവാദം എന്ന് കേട്ടുപരിചയം ഉണ്ടാവും അല്ലെ? നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ മതം വേണ്ട, ദൈവമില്ല എന്ന വാദമാണ്. ആ ഒരു നിരീശ്വരവാദിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു നിരീശ്വരവാദി നമ്മളോട് വന്നിട്ട് പറയാണ് ദൈവമില്ല, മതം വേണ്ട, നിങ്ങൾ മുസ്ലിം ഒന്നും ആവണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? നമുക്ക് അവിടെ കുറെ മറുപടികൾ ഉണ്ടാവും അല്ലെ? നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്നു എന്നുള്ളതിനൊക്കെ കുറച്ച് മറുപടികൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാനുണ്ടാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിരീശ്വരവാദം ഡയറക്റ്റ് ആയിട്ട് വരുന്നതിനു പകരം ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതിന്റെ പേരാണ് ലിബറലിസം. അതായത് നമുക്കൊരു ശത്രു ഉണ്ട്, നമ്മുടെ ശത്രു നേരിട്ട് നമ്മളോട് എതിരിടാൻ വരികയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനോട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ശത്രു നമ്മൾ കാണാതെ നമ്മുടെ പിന്നിലൂടെ വന്നിട്ട് നമ്മളെ ആക്രമിക്കുകയാണ്. അതിലേതായിരിക്കും അപകടം കൂടുതൽ? അതേപോലെ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ശത്രുവാണ്. നമ്മളോട് ഡയറക്റ്റ്ലി വന്നിട്ട് പറയും, നിങ്ങൾ ദൈവമൊന്നും വേണ്ട, നിങ്ങൾ നിസ്കരിക്കണ്ട, നിങ്ങൾ തട്ടടണ്ട, നിങ്ങൾ മുസ്ലിമായി ജീവിക്കണ്ട എന്ന് ഡയറക്റ്റ്ലി വന്ന് പറയും. എന്നാൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വന്ന് പറയുന്നില്ല, മറിച്ച് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ഈ ഒരു ചിന്ത ഇഞ്ചക്ട് ചെയ്യും. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒറ്റ കോട്ട് മാത്രമേ എന്റെ സംസാരത്തിൽ ഉദ്ധരിക്കുന്നുള്ളൂ. അത് EMSന്റെ ഒരു കോട്ടാണ്. EMSന്റെ മതം സാംസ്കാരിക വിപ്ലവം എന്ന പേരിലുള്ള ഒരു പുസ്തകമുണ്ട്. അതിലെ 49ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, മതത്തെ എതിർക്കണം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല, മതത്തെ ഇല്ലാതാക്കണം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ അത് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിരീശ്വരവാദികളായ ആളുകളോട് അദ്ദേഹം പറയാണ്, മതത്തിന്റെ സാമൂഹിക വേരുകൾ തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ഇതാണ് EMS പറയുന്നത്. അതായത് നിങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ട് മതം വേണ്ട അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണ്ട എന്ന് പറയുകയല്ല വേണ്ടത്, മറിച്ച് ആളുകൾ മതത്തിൽ വിശ്വസിക്കാനുള്ള കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? സാമൂഹ്യ വേരുകളെ ഇല്ലാതാക്കുക. ഞാൻ പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, തട്ടിട്ടാൽ അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജീവിച്ചാൽ 6ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ അപരിഷ്കൃതരായ ആളുകൾ, ഇങ്ങനെയൊക്കെ ഒരു വിളി ഉണ്ടല്ലോ. ഈ വിളി, ഇതാണ് EMS പറഞ്ഞ സംഭവം. അതായത് മതത്തിൽ വിശ്വസിക്കാനുള്ള കാരണങ്ങളെ ഇല്ലാതാക്കുക. എന്തൊക്കെയാ കാരണങ്ങൾ? നമ്മൾ മതത്തിൽ എന്തിനാ വിശ്വസിക്കുന്നത്? പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ശരി, എന്താണ് തെറ്റ്. പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതായത് ധാർമ്മികത, അത് മതത്തിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ മുസ്ലിങ്ങളായിട്ടോ അല്ലെങ്കിൽ ഓരോ മതത്തിലൊക്കെ വിശ്വസിച്ച് പോകുന്നത്. അപ്പോ EMS പറഞ്ഞെന്താ വെച്ചാൽ, ഈ ചിന്ത ഇല്ലാതാക്കുക. അതിനെന്താ വേണ്ടത്? ഇങ്ങനെ ധാർമ്മികത, സദാചാരം, ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും തോന്നിയതുപോലെ ജീവിക്കുക. കുറച്ചുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തോന്നിയാസികളായി ജീവിക്കുക. അതാണ് ശരി, അതാണ് സ്വാതന്ത്ര്യം, അതാണ് ഫ്രീഡം, അതാണ് നമ്മൾ എൻജോയ് ചെയ്യൽ, അതാണ് ജീവിതം എക്സ്പ്ലോർ ചെയ്യൽ എന്ന് നമ്മളെ കൊണ്ട് ആദ്യം പഠിപ്പിക്കുക. എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ജീവിതം എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോന്നിയതുപോലെ ജീവിക്കലാണ് എന്ന് നമ്മളെ കൊണ്ട് നമ്മളെ തലയിൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഖുറാനിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദഗ്രന്ഥത്തിലേക്കൊക്കെ പോയാൽ അവിടെ കാണും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നോക്കാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ ഇടങ്ങേറ്. ഇതാണ് EMS പറഞ്ഞ മതത്തിന്റെ സാമൂഹിക വേരുകൾ തകർത്തെറിയുക. ഞാൻ ക്ലിയർ ആയി പറയുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ SFI നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസിലും ചെയ്യുന്നത്. SFI എന്താ ചെയ്യാ? ഈ മതിലുകൾ തകർത്തൊരു വലയം തീർത്തിടാം. ഇതാണ് SFIന്റെ പോസ്റ്റർ. ഇതാണ് നമ്മുടെ സ്കൂളുകളിൽ പതിക്കുന്ന പോസ്റ്റർ ഇതാണ്. അതുപോലെ തന്നെ സദാചാരത്തിന്റെ കൈവിലങ്ങുകൾ തകർത്തെറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുന്ന കുറെ വാചകങ്ങളാണ് അല്ലെ? പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ, ഇനി എന്ത് ചെയ്യേണ്ടതില്ല, സദാചാരം വേണ്ട, ധാർമ്മികത വേണ്ട, അരുതുകൾ വേണ്ട, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള വർത്താനം വേണ്ട. അപ്പൊ എന്ത് ചെയ്തു? ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര അക്സെപ്റ്റബിൾ ആയി. ഇത് കഴിഞ്ഞിട്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്? ഖുറാനിലേക്ക് പോവാണ്. അപ്പൊ ഖുറാനിൽ ഇത് ഹറാമാകുന്നു, ഇത് ഹലാലാകുന്നു, ഇത് കറാഹത്താകുന്നു,
ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ, കണ്ടോ മറ്റേ അതിരുകൾ, സദാചാരം, ധാർമ്മികത, അപ്പൊ ഇതൊന്നും നമുക്ക് വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യും? പതിയെ ആ മതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പതിയെ ഊരിപ്പോകുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ട്ലി വന്ന ശത്രു ഏതായിരുന്നു? നിരീശ്വരവാദം. അവരെന്താ ചെയ്തത്? നമ്മൾ ഡയറക്ട്ലി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ മതം ഉപേക്ഷിക്കണം. EMS പറഞ്ഞ ലിബറലിസം എന്താ ചെയ്തത്? നമ്മൾ അറിയാതെ നമ്മളിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മളിൽ പല ചിന്തകൾ ഉണ്ടാക്കി. ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അപരിഷ്കൃതമാണ്, അത് കുറെ സദാചാര പോലീസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കുറെ ചിന്തകൾ ഉണ്ടാക്കി. നമ്മളുടെ ഉള്ളിൽ തന്നെ അത്തരം ചിന്തകൾ ഉണ്ടാക്കി നമ്മൾ ആ വിശ്വാസത്തിൽ നിന്നും പതിയെ 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 എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും ഇല്ലാതാക്കുന്നു. നമ്മുടെ സ്വത്വം ഊരിയെടുത്ത് കളയുന്നു, നമ്മുടെ ഐഡന്റിറ്റി തകർത്ത് കളയുന്നു. ഇതാണ് ലിബറലിസം എന്ന് പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ലിബറലിസം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന്റെ അജണ്ടകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് മനസ്സിലാക്കണം. സ്കൂളുകളിലും ക്യാമ്പസിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള കുറെ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ ചോര തിളച്ച് അതിന്റെ പിന്നാലെ പോകുന്നതിന് പകരം ഇതിന്റെ ഐഡിയോളജിയെ കുറിച്ച് കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് തുടക്കത്തിൽ പറയാനുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിബറലിസത്തിന്റെ ഒരു ഐഡിയോളജിയും അജണ്ടയെ കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. അതായത് ഒരുപക്ഷെ നമുക്ക് പുറമേക്ക് നമുക്ക് നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് നമുക്ക് തോന്നുകയും, പക്ഷെ ഒരു സാമൂഹികമായിട്ടുള്ള ചട്ടക്കൂടിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇത് നമ്മൾ വിചാരിക്കുന്നതിലേറെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത് മുഹമ്മദ് അലി സാറിനോടാണ്. സർ, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക പരിസരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പരിസരം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ സമയത്തും പറയുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ മതപരമായിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ നമ്മളുടെ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫാഷിസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ ഫാഷിസം എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ താല്പര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കാതെ, ഇപ്പൊ ഫാഷിസത്തിന് ഉദാഹരണം നമ്മളിവിടെ പറയുന്നത് നമ്മൾ RSSന്റെ ഫാഷിസ്റ്റ് താല്പര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഒരുപക്ഷെ നമ്മളുടെ ഇടങ്ങളിലും ഈ ഒരു ഫാഷിസം എന്നുള്ള ഒരു മനോഭാവം ഉണ്ട്. ഒരുപക്ഷെ നമ്മളുടെ സുഹൃത്തുക്കളിൽ ഉണ്ടാകും സ്വന്തം താല്പര്യങ്ങൾക്ക് വില കൊടുക്കുന്ന, നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും, നമ്മളുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികളോട് എനിക്ക് തോന്നുന്നു ക്ലാസ് റൂമുകളിലുള്ള ഒരു ഫാഷിസം ഉണ്ടാവുമല്ലോ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇൻജക്ട് ചെയ്യപ്പെടുന്ന ഈ ക്ലാസ് റൂമുകളിലെ ഫാഷിസത്തെ കുറിച്ച് ഈ മക്കളോട് എന്തായിരിക്കും പറയാനുള്ളത്? ചോദ്യത്തിൽ പലതരത്തിലുള്ള വീക്ഷണങ്ങൾ അതിൽ വരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഫാസിസം എന്നതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാതെ ക്ലാസ് മുറികളിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെ ഫാസിസം അരിച്ചിറങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ രൂപത്തിൽ ഞാൻ സംസാരിക്കാം. യഥാർത്ഥത്തിൽ ഈ ക്ലാസ് മുറികളിലെ ഫാസിസം കടന്നു വരുന്നത് ഏകദേശം ഒരു 97 വർഷത്തെ ഒരു ചരിത്രം അതിനുണ്ട്. അത് മാർസിയ സ്കോളാരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ 2000 എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഫാസിസവും ഫോറിൻ ടൈയപ്പും എന്നാണ് അതിൻ്റെ ഹെഡിങ്. അതിൽ അദ്ദേഹം 1931 ഡോക്ടർ മൂഞ്ചെ എന്ന് പറയുന്ന ഒരാൾ, ഡോക്ടർ മൂഞ്ചെ അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളല്ല. ഹെഡ്ഗേവാറും ഗോൾവാൾക്കറും ഒക്കെയാണ് ഫാസിസത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആളുകൾ. പക്ഷെ ഹെഡ്ഗേവാറിന്റെ മെന്ററും ആത്മസുഹൃത്തുമായിരുന്ന ഡോക്ടർ മൂഞ്ചെ 1931 ഇറ്റലിയിൽ പോയി മുസോളിനിയെ കാണുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അതിന് തെളിവായി മാർസിയ പറയുന്നത് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൽ ഡോക്ടർ മൂഞ്ചെ തന്നെ എഴുതിയ ഡയറി കുറിപ്പിലെ 13 പേജുകളാണ്. ആ പേജുകളിൽ 1931 മാർച്ച് 19 മുസോളിനിയെ കാണുന്ന ഒരു രംഗം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. മുസോളിനിയെ കാണാൻ വേണ്ടി അഭിമുഖത്തിന് വേണ്ടി ഒരു മേശക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നപ്പോൾ മൂഞ്ചയോട് മുസോളിനി ചോദിക്കുന്നുണ്ട്, ഇറ്റലിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം എന്താണ്? ഡോക്ടർ മൂഞ്ചെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഫാസിസ്റ്റ് അക്കാദമികൾ, മിലിറ്ററി സ്കൂളുകൾ, ബാലില്ല ഓർഗനൈസേഷൻ, അവൻഗാർഡസ്ട്രി എന്നിവയുടെ സ്കൂളുകൾ, വിദ്യാലയങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് രാജ്യം ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. ഞാൻ നാഗ്പൂരിൽ പോയാൽ
എൻ്റെ ഇന്ത്യയിൽ ഇതേപോലുള്ള ഒരു RSS വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി കുട്ടികളെ സജ്ജീകരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഞാൻ എൻ്റെ മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്തും എന്ന് ഡോക്ടർ മൂഞ്ചെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് മുറികളുടെ ഫാസിസ്റ്റ് വൽക്കരിക്കാനുള്ള ശ്രമം അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു പ്രകടമായ രൂപം കാണുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും RSSന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും 1952 ഗോരഖ്പൂരിൽ നാനാജി ദേശ്മുഖ് എന്ന് പറയുന്ന RSSന്റെ നേതാവ് അവരുടേതായ സിലബസുകൾ വെച്ച് ഒരു ക്ലാസ് മുറി ആരംഭിച്ചതാണ്. ആ സമയത്ത് നെഹ്റു ഗോരഖ്പൂരിൽ IIT സ്ഥാപിച്ച സമയമാണ്. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രസങ്കല്പവുമായി ബന്ധപ്പെട്ട ക്ലാസ് മുറികളല്ല വേണ്ടത് എന്നും തങ്ങളുടേതായ ക്ലാസ് മുറികൾ വേണമെന്നും നാനാജി ദേശ്മുഖ് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1952 RSS ഒരു ക്ലാസ് മുറി ആരംഭിച്ചു. പിന്നീടത് 1977 ജനതാ പാർട്ടി അധികാരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി വന്ന സമയത്ത് അതിന് വ്യാപനം ഉണ്ടായി. പിന്നീട് അതിനുശേഷം മുരളി മനോഹർ ജോഷി മാനവ വിഭവശേഷി മന്ത്രിയായ സമയത്ത് കുറച്ചുകൂടി അത് ശക്തിപ്പെട്ടു എന്നുള്ളതാണ്. നിലവിൽ RSS നേരിട്ട് നിയന്ത്രിക്കുന്ന ഭാരതീയ ശിക്ഷാ സംസ്ഥാൻ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കീഴിൽ 20,000 സ്കൂളുകളും 30 ലക്ഷം വിദ്യാർത്ഥികളും ഇന്ന് നിലവിലുണ്ട്. അത് അവരുടേതായ സംവിധാനമാണ്. അത് അവരുടെ സംവിധാനത്തിൽ അവരുടെ സിലബസും അവരുടെ ചരിത്രവും ഒക്കെ പഠിപ്പിക്കുന്ന സംവിധാനമാണ്. പക്ഷെ ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് NCERT മലയാളിയായ ഐസക്കാണ് അതിൻ്റെ ഉപസമിതിയുടെ ചെയർമാൻ ഇന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപസമിതി മുന്നിൽ വെച്ച പേപ്പറിലാണ്, പൊസിഷൻ പേപ്പറിലാണ് ഇന്ത്യ എന്നതിന് പകരം ഭാരതം എന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. സ്വാതന്ത്ര്യ സമരത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. നിലവിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ റോമില താപ്പറിൻ്റെയും ബിപിൻ ചന്ദ്ര പോലുള്ള, നജാഫ് ഹൈദറിനെ പോലുള്ള, സഫറാലത്തിനെ പോലുള്ള, താനിക് സർക്കാരിനെ പോലുള്ള ആളുകൾ അവരെഴുതിയ പാഠപുസ്തകങ്ങളാണ് ഇന്ത്യയിൽ ഇന്ന് സിലബസിലുള്ളത്. പക്ഷേ നിലവിൽ NCERT ഉപസമിതി ചെയർമാനായ മലയാളിയായ ഐസക് അത്രമാത്രം ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ അത്രമാത്രം ചരിത്രത്തിൽ അവഗാഹം ഉണ്ടെന്ന് അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഐസക് അതിൻ്റെ ചെയർമാനാവുകയും ഈ ചരിത്ര പണ്ഡിതന്മാരൊക്കെ തള്ളപ്പെടുകയും ABVPയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും സെക്രട്ടറിയൊക്കെ അതിൽ അംഗങ്ങളാവുകയും ചെയ്തു. അവരുടെ പാഠപുസ്തകമാണ് ഇനി ക്ലാസ് റൂമിലേക്ക് വരാനുള്ളത്. അവരെന്താണ് ആ ക്ലാസ് മുറികളിലെ ഫാസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വരുന്ന നാളുകളിലാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ക്ലാസ് മുറികളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അത് തീർച്ചയായും അപകടകരമായ ക്ലാസ് മുറികൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് കൃത്യമായ അപ്ഡേഷൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ക്ലാസ് മുറികൾ വർഗീയവൽക്കരിക്കുകയും അതുപോലെ അവിടെ ഫാസിസത്തിന്റെ വിഷപ്പുക ഉയർത്തുകയും ചെയ്യുക എന്നുള്ളത് നിലവിൽ RSSന്റെ അജണ്ടയിൽ പ്രധാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കീഴ്ജാതിക്ക അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഒരു അധ്യാപകൻ മുഖത്തടിപ്പിക്കുന്ന തരത്തിലേക്ക് ക്ലാസ് റൂമുകൾ മാറുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ കൂടുതൽ സംസാരിക്കണമെന്നുള്ളത്, പക്ഷേ ഷോർട്ടായിട്ട് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ അപകടകരമായ രീതിയിൽ വരുന്ന ക്ലാസ് മുറികളിലെ ഫാസിസം. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മാത്രമല്ല ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും പോലുള്ള ആളുകളെ പോലും ഒഴിവാക്കുന്ന തരത്തിലേക്ക് സിലബസ് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഫാസിസത്തെ കുറിച്ച് സാർ സംസാരിച്ചത് നമ്മുടെ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വികലമാക്കുന്ന നമ്മൾ ഇതിൽ ശരി ഏതാണ് തെറ്റാണ് ഒരിടത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന ശരിയും തെറ്റുമല്ല നമ്മൾ പൊതുസമൂഹത്തിൽ എത്തിക്കൊണ്ട് ഒരുപക്ഷെ ഒരു മെജോറിറ്റിയുടെ അഭിപ്രായം നമ്മൾ കേൾക്കുന്ന സമയത്ത് പല സമയത്തും നമ്മൾ പറയാറുണ്ട്, ധാർമ്മികമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതായത് ഇതാണ് ഒരുപക്ഷെ എന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ശരി, ഇതാണ് ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് കേട്ടത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കേട്ടത്. അത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മക്കളൊക്കെ പറയുന്നുണ്ടായിരിക്കും, ഇതാണ് എന്റെ നിലപാടുകൾ, ഇതാണ് എന്റെ ശരികൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അതേസമയം തന്നെ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് അതിൽ മറ്റൊരു ആശയം ഉണ്ടായിരിക്കും.
അന്നേരം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം അത് മറ്റൊരാളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന എന്ത് തീരുമാനം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പറയുകയാണ് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം അത് എന്റെ ചോയ്സ് ആണ്, അതൊരിക്കലും മറ്റൊരാളെ ദ്രോഹിക്കുന്നില്ല, അങ്ങനെയെങ്കിൽ അതിന് എന്തിന് ധാർമ്മികതയുടെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എതിർക്കപ്പെടണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ മക്കളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അത് എതിർക്കപ്പെടേണ്ടതാണോ, അല്ലെങ്കിൽ അത് എന്റെ ഒരു ചോയ്സ് ആണല്ലോ, അത് മറ്റൊരാളെ ഒരിക്കലും ദ്രോഹിക്കാത്ത പക്ഷം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മക്കളിലുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അത് ഈ ഒരു ലിബറലിസം എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു നറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണോ? ഇവിടെ പിന്നെ പലപ്പോഴും നമ്മുടെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം നിങ്ങൾ എന്തിനാണ് അതിനെ തെറ്റായി പറയുന്നത്? ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോ ഒക്കെ പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്നതാണ് ലീഗാലിറ്റി ആൻഡ് മൊറാലിറ്റി. ഒരു കാര്യത്തിന്റെ ലീഗാലിറ്റി അത് നമ്മൾ പരിഗണിക്കണം, എന്നാൽ ഒരു പക്ഷേ ലീഗാലിറ്റി തന്നെ ആയിരിക്കണം ഇല്ല ഇതിന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിൽ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു ലീഗലി തെറ്റായ ഒരു കാര്യമല്ല അല്ലെ, എന്നാൽ അതേ സമയത്ത് അപ്പോൾ പല മൊറാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, അത് തെറ്റാണെന്ന് വിശ്വസിക്കാനും പറയാനുമുള്ള അവകാശവും നമുക്കുണ്ട്. നമ്മൾ ആരും എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവിടേക്ക് എന്തെങ്കിലും ദണ്ഡുമായി പോയി അവിടെ വ്യഭിചാരം നടക്കുന്നുണ്ടോ, സ്വവർഗരതി നടക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും അരുതായ്മകൾ നടക്കുന്നുണ്ടോ നോക്കി അവിടെ പോയിട്ട് ഇടപെടണമെന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് വ്യഭിചാരമാകട്ടെ സ്വവർഗരതിയാകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് തെറ്റാണെന്ന് വിശ്വസിക്കാനും അത് പറയാനുമുള്ള അവകാശം നമുക്കുണ്ട്, ഇത്രേ പറയുന്നുള്ളൂ. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞു ഫാസിസത്തെ കുറിച്ച് പറഞ്ഞു. ഫാസിസത്തിന്റെ മറ്റൊരു വകഭേദമാണ് ഈ സാംസ്കാരിക ഫാസിസം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് അടിച്ചേൽപ്പിക്കുന്ന ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഈ ഫാസിസത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ അതേ രൂപത്തിൽ നമ്മുടെ സംസ്കാരത്തെ തന്നെ പിന്നെ വിഴുങ്ങുന്ന രൂപത്തിലുള്ള സാംസ്കാരിക ഫാസിസം ഇന്ന് വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാമ്രാജ്യത്വവും അത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ലിബറൽ ആശയവും അത് വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലിബറൽ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം വരുന്നത്. മറ്റൊരാൾക്കും ഉപദ്രവില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നത്? നമ്മൾ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുമ്പോൾ വളരെ പ്ലെയിൻ ആയ ഒരു ചോദ്യമാണ്, വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ബാക്കിയാർക്കും ഉപദ്രവില്ലെങ്കിൽ പിന്നെന്തിനാണ് തെറ്റാണെന്ന് പറയുന്നത്? ഇവിടെയാണ് മതത്തിന്റെ മൊറാലിറ്റിയുടെ ബേസും ലിബറലിസത്തിന്റെ മൊറാലിറ്റിയുടെ ബേസും നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതത്തിന്റെ മൊറാലിറ്റിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ദൈവത്തിൽ നിന്നുള്ള കൽപ്പനകളാണ്. എല്ലാം അറിയുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ്. എന്നാൽ ലിബറൽ മൊറാലിറ്റി പറയുന്നത് വെച്ചാൽ ദൈവമൊന്നുമില്ല, നമ്മൾ ഓരോരുത്തരും നോക്കുക, ഓരോ കാര്യത്തിനും എന്തുണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ നോക്കി മറ്റൊരാൾക്ക് ഉപദ്രവമുള്ള കാര്യം ചെയ്യാതിരിക്കുക, ഉപദ്രവം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അതിനെ എതിർക്കേണ്ടതില്ല എന്നതാണ് ലിബറൽ മൊറാലിറ്റി. ഇവിടെ നമ്മൾ പറയുന്ന പ്രശ്നം എന്താ ചോദിച്ചാൽ, ഇവിടെ ശരിയാണ് ഉപദ്രവം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസ്. പക്ഷേ ആ ഉപദ്രവങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായി അറിഞ്ഞോളന്നില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. 1960-നും 70-നും അടക്കാണ് യൂറോപ്പിലൊക്കെ സെക്ഷൽ റവല്യൂഷൻ നടന്നത്, ലൈംഗിക വിപ്ലവം. ആ സെക്ഷൽ റവല്യൂഷന്റെ ഭാഗമായി ഉണ്ടായ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായം വേണ്ട, കുടുംബം എന്ന് പറയുന്ന സമ്പ്രദായം വേണ്ട, നമുക്ക് ലിവിങ് ടുഗദർ ആകാം. അപ്പോ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ, നല്ലൊരു കാര്യമാണ്. കാരണം വിവാഹത്തിന് കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാകും, സ്ത്രീകൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടും, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു, വിവാഹം എന്നുള്ള സമ്പ്രദായം ഒഴിവാക്കി ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ വളരെ വ്യാപകമായി. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ഈ പറഞ്ഞ യുക്തി വെച്ചിട്ട് ഇതുകൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടോ? ആർക്കും ഉപദ്രവമില്ല. കാരണം രണ്ടാളുകൾ അവരിഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തന്നെയാണ് യൂറോപ്യന്മാരും ചിന്തിച്ചത്. അവരെന്ത് ചെയ്തു, ലിവിങ് ടുഗദർ എന്ന വലിയ രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ 1970-കളിൽ അത് വ്യാപകമായി ഒരു 10, 30 അല്ലെങ്കിൽ 40 വർഷം കഴിഞ്ഞ് ഇപ്പൊ 2000, 2010, 2020 ആകുമ്പോൾ യൂറോപ്പിൽ നിന്ന് കുറെ പഠനങ്ങൾ വരികയാണ്. ആ പഠനങ്ങളിൽ ഒരുപാടുണ്ട്, അതിൽ ചിലത് മാത്രം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ സ്ത്രീകൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്നു, ഫിസിക്കൽ അബ്യൂസിന് വിധേയരാകുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. കാരണം നമ്മൾ പറയുന്നത് എന്താ, കല്യാണം കഴിച്ച് ഭാര്യാഭർത്താക്കന്മാരായി നിൽക്കുമ്പോഴാണ് കൂടുതൽ ഗാർഹിക പീഡനം. അതില്ലാതാക്കാനാണ് ലിവിങ് ടുഗദർ വന്നത്. പക്ഷേ ആ ലിവിങ് ടുഗദറിലാണ് കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് എന്ന് റിസർച്ചുകൾ പഠിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ, വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യൂണിയനാണ്. അവിടെ കരാറ് രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ്. ഒരു സൊസൈറ്റിയുടെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. അപ്പോ ഒരു പുരുഷൻ അബ്യൂസീവ് ആണെങ്കിൽ തന്നെ ആ പ്രൊട്ടക്ഷനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഈ ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. ഒരു പുരുഷൻ ഉപദ്രവിച്ചാൽ അവിടെ ചോദിക്കാനും പറയാനും പെണ്ണിന്റെ ഉപ്പുണ്ട്, അതുപോലെ തന്നെ ആങ്ങളുണ്ട്, സമൂഹമുണ്ട്. ഈ പ്രൊട്ടക്ഷൻ എല്ലാം അതിജയിച്ചുകൊണ്ട് മാത്രം ഒരു പുരുഷന് സ്ത്രീയെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. ആ പ്രൊട്ടക്ഷൻ അതിജയിച്ചിട്ട് കൊണ്ട് പോലും പുരുഷന്മാർ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ എണ്ണം വളരെ കൂടുതലല്ലെങ്കിൽ കൂടി ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ലിവിങ് ടുഗദറിൽ എന്താ സംഭവിക്കുന്നത്? വിവാഹത്തിൽ 2 കുടുംബങ്ങൾ തമ്മിലാണ് യൂണിയൻ എങ്കിൽ ലിവിങ് ടുഗദറിൽ 2 ഇൻഡിവിജ്വലുകൾ തമ്മിലാണ് യൂണിയൻ. 2 ആളുകൾ തമ്മിലാണ് അവിടെ ബന്ധപ്പെടുന്നത്. 2 ആളുകൾ തമ്മിലാകുമ്പോൾ അവിടെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടിയ പുരുഷൻ ഫിസിക്കൽ സ്ട്രെങ്ത് കുറഞ്ഞ സ്ത്രീയെ ഉപദ്രവിക്കാനുള്ള ചാൻസസ് ആർ ടു ഹൈ. അത് വളരെ കൂടുതലാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? സ്ത്രീകൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്നു. ഇത് ഈ പഠനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും വലിയ പ്രശ്നം ഇതിനുണ്ടായിരുന്നല്ലേ. നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ലിബറൽ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ എന്താ, ആർക്കും ഉപദ്രവില്ലല്ലോ, 2 ആളുകളല്ലേ, അവരുടെ ഇഷ്ടത്തിനല്ലേ, മറ്റാരും ഉപദ്രവിക്കുന്നില്ലല്ലോ. പക്ഷേ അത് സ്ത്രീകൾക്ക് വലിയ രൂപത്തിൽ ഉപദ്രവം ഉണ്ടാക്കുന്നു എന്ന പഠനം ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികൾ, അവർക്ക് കൃത്യമായ പാരന്റിങ് കിട്ടാത്തത് കൊണ്ട് അവർ ആന്റി സോഷ്യലുകളാകുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുകയാണ്. സ്ത്രീകൾ കൂടുതലായി ഡിപ്രഷന് വിധേയരാകുന്നു, ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഇങ്ങനെ കുറെ പഠനങ്ങൾ. അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാൽ, ഏതൊരു കാര്യത്തിന്റെയും ഹാം, അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ട് ചിന്തിക്കുമ്പോൾ 2 ആളും ഇഷ്ടത്തിനല്ലേ, 2 ആളും ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവർ ലിവിങ് ടുഗദർ തുടങ്ങിയത് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ലോങ് ടേമിൽ അത് സ്ത്രീകൾക്ക് വലിയ രൂപത്തിൽ ഉപദ്രവമാകുന്നു ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇതുപോലെയാണ് പല കാര്യങ്ങളുടെയും അവസ്ഥ. പലതിന്റെയും ഹാം നമുക്ക് മനസ്സിലാകാൻ ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾ എടുക്കും, പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ എടുക്കും. അവിടെയാണ് നമ്മൾ പറയുന്നത് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൊറാലിറ്റി ബേസ് ചെയ്തിരിക്കുന്നത് എല്ലാം അറിയുന്ന, ഈ ഹാം എല്ലാം അറിയുന്ന അൽ അലീം എന്ന് പറയും നമ്മൾ പടച്ചവനെ കുറിച്ച്. അൽ അലീമായ റബ്ബിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മൊറാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും യോജിക്കണം എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് പരമാവധി ഉപദ്രവം കുറച്ച രൂപത്തിൽ ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം? അതാണ് പടച്ചോൻ പറഞ്ഞ വിവാഹം. അവിടെ പുരുഷൻ ഉപദ്രവിക്കുന്നത് എങ്ങനെ തടയാം? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, സ്ത്രീകളോട്, തന്റെ സ്ത്രീകളോട്, അതായത് ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് ഏറ്റവും മാന്യൻ. അങ്ങനെ അബ്യൂസിനുള്ള സാഹചര്യം ഇല്ലാത്തൊരു സിസ്റ്റം ഉണ്ടാക്കുക, അങ്ങനെ ഒരു കുടുംബ സംവിധാനം ഉണ്ടാക്കുക, അതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ വേണം നമ്മൾ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാൻ. അവിടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ. എല്ലാം അറിയുന്ന റബ്ബിന് മാത്രമേ ഓരോ പ്രവൃത്തിയുടെയും ഹാമും ബെനിഫിറ്റും പൂർണ്ണമായി അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇതേപോലെ സ്വവർഗരതിനെ കുറിച്ച് ഇതേപോലെ നമ്മൾ ചിന്തിക്കുക. സ്വവർഗരതി ചെയ്താൽ ഒരാണും അല്ലെങ്കിൽ ഒരു പെണ്ണും അവരുടെ റൂമിൽ അവരെന്തോ ചെയ്തോട്ടെ, നമുക്കെന്താ? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കൊന്നുമില്ല, നമ്മൾ അവിടെ കയറി ഇടപെടാനൊന്നും പോകുന്നില്ല. പക്ഷെ അത് തെറ്റാണെന്ന് നമ്മൾ എന്തിനു പറയുന്നു? അവിടെ നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ലല്ലോ, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊന്നുമില്ലല്ലോ. പക്ഷേ നമുക്ക് അറിയാം, ഈ സ്വവർഗരതി വ്യാപകമായ സമൂഹങ്ങൾ, ഈ സെക്ഷൽ റെവല്യൂഷന് ശേഷമാണ് ഇതൊക്കെ വ്യാപകമായിട്ടുള്ളത്. അപ്പോ ഈ പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ യൂറോപ്പിൽ നിന്നുള്ള പഠനങ്ങൾ വരികയാണ്. ഈ സ്വവർഗരതി ചെയ്യുന്ന ആളുകളിൽ അവർക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വളരെ കൂടുതലാണ്. ആകെ സമൂഹത്തിൽ 3-4% ഉള്ള സ്വവർഗരതിക്കാരിലാണ് 68% എയ്ഡ്സ്, 78% ഗൊണോറിയ, 80% സിഫിലിസ്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് എയ്നൽ ഇൻകണ്ടിനൻസി, ഗേബോവൽ സിൻഡ്രോം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു. അപ്പോ ഇതൊന്നും നമുക്ക് ഒറ്റനോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഹാമുകളൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. അവിടെയാണ് നമ്മൾ പറയുന്നത് ഓരോ കാര്യത്തിന്റെയും ഹാമും ബെനിഫിറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതിനപ്പുറത്ത് എല്ലാം അറിയുന്ന പടച്ചവൻ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിസ്ഡം അതാണ്, അതിന്റെ യുക്തി അതാണ് എന്ന് മനസ്സിലാക്കി അതിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു മതവിശ്വാസി ചെയ്യുന്നത്. നമ്മൾ എല്ലാവരോടും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്നില്ല. ഇവിടെ എല്ലാവരും വ്യഭിചാരം തെറ്റാണ്, പലിശ തെറ്റാണ്, സ്വവർഗരതി തെറ്റാണ് എന്ന് പറയണം നമ്മൾ പറയുന്നില്ല. നമുക്കത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആ അവകാശത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി നിലകൊള്ളുകയും അത് ആര് വന്നാലും, ഏത് സാംസ്കാരിക ഫാസിസ്റ്റ് വന്നാലും, ഏത് ലിബറൽ വന്നാലും ആ ഒരു നമ്മുടെ ധാർമ്മികത അനുസരിച്ചുള്ള നിലപാടുകൾ ഉറക്കെ പറയുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചോയ്സുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതൊരു മുഖ്യധാരയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ അതൊരു പക്ഷേ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് സാർ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ നമ്മളുടെ സ്റ്റുഡൻസ് ഇവിടെ കുറെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള ഈ സ്റ്റുഡൻസ് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് സംഘടനകളുടെ അല്ലെങ്കിൽ ഒരുപാട് സംഘങ്ങളുടെയൊക്കെ ഭാഗമായിരിക്കും. നമ്മൾ പറയും ഇപ്പൊ നിങ്ങളൊരു NSSന്റെ വോളണ്ടിയേഴ്സ് ആയിരിക്കും, NSSന്റെ ക്യാമ്പ് കഴിഞ്ഞ് വന്നവരായിരിക്കും, പാലിയേറ്റീവിന്റെ ഭാഗമായിരിക്കും നിങ്ങൾ. നമ്മൾ പറയും ഇതിനൊരു പോപ്പുലർ പൊളിറ്റിക്സ് എന്ന് പറയും, അതായത് ഇതിൻ്റെയൊക്കെ ഭാഗമായിരിക്കും നിങ്ങൾ.
പക്ഷേ നമ്മൾ പറയാം ഗസയിലെ പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചു. അത്തരത്തിലൊരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ, അല്ലെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളുടെ രാഷ്ട്രം ചലിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മളുടെ രക്ഷിതാക്കൾ വോട്ട് ചെയ്യുന്നത് ആ വോട്ട് ചെയ്തിട്ടുള്ള നിയമസഭാ പ്രതിനിധികൾ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് പ്രതിനിധികളാണ് നമ്മളുടെ രാജ്യത്തെ ചലിപ്പിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പോപ്പുലർ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് നമ്മൾ NSSലുണ്ട്, നമ്മൾ പാലിയേറ്റീവിലുണ്ട്, മറ്റ് കലാസമിതികളിലുണ്ട്. പക്ഷെ യാഥാർത്ഥ്യവുമായി നിലനിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു രാജ്യത്തെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് MP-മാരെ പിരിച്ചുവിട്ടുകൊണ്ട് ലോകസഭയിൽ ബില്ലുകൾ പാസ്സാക്കി. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയമാണ്, അതായത് യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. MSF അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ പോപ്പുലർ പൊളിറ്റിക്സിൽ നിന്നും മാറി നിന്നുകൊണ്ട്, ഒരു പക്ഷേ പോപ്പുലർ പൊളിറ്റിക്സിനോടൊപ്പം തന്നെ ഈ യാഥാർത്ഥ്യവുമായി ചേർന്ന് നിന്നിട്ടുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗമല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളുടെ മക്കൾക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു എങ്ങനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അവബോധമുള്ളവരായിക്കൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ മൗൾഡ് ചെയ്തെടുക്കാം? അത് യഥാർത്ഥത്തിൽ ഒരു +2 വിദ്യാർത്ഥി ഒരു ക്ലാസ് റൂമിൽ, ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി ഒരു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ ആ കുട്ടിയുടെ സ്ഥാനം എന്താണ്, സാമൂഹികമായും രാഷ്ട്രീയപരമായും എന്താണ്, സാമൂഹികവും രാഷ്ട്രീയപരവുമായ ഉത്തരവാദിത്തം എന്താണെന്ന് കൃത്യമായി ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഇൻഡിവിജ്വലായി പോപ്പുലർ ആയിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് സജീവമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ചെയ്യണ്ട എന്നല്ല, മറിച്ച് നമുക്ക് സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ എത്രമാത്രം നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ +2 കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ശലഭജീവിതം എന്നാണ് പറയാറുള്ളത്. ശലഭജീവിതം എന്ന് പറയുന്നത് അത്രയും മനോഹരമായി ഓരോ നിമിഷങ്ങളെയും ആസ്വദിക്കുന്ന ഒരു കാലമാണ് ഈ ഹയർ സെക്കൻഡറി കാലഘട്ടം എന്ന് പറയുന്നത്. അത്രമാൽ അതിൽ ഈ ശലഭജീവിതത്തിന് കുറച്ചുകൂടെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ +2 വിദ്യാർത്ഥികളുടെ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ ആലങ്കാരികമായി പറയാറുള്ളത് ഈ ശലഭ വർണ്ണച്ചിറകുകളേക്കാൾ മനോഹരമാണ് അവരുടെ ഹൃദയത്തിൻ്റെ ദളങ്ങൾ എന്ന് പറയാറുണ്ട്. അവർ അത്ര മനോഹരമായി അത് ആസ്വദിക്കുകയാണ്. പക്ഷേ ആ ശലഭജീവിതത്തിനൊരു പ്രശ്നമുണ്ട്. ഒന്ന്, അത് അല്പായുസ്സുള്ളതാണ്. 2, ശലഭജീവിതം അതോടെ അവസാനിക്കും. പക്ഷെ ഒരു +2 കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാവി പരന്നു കിടക്കുകയാണ്. ഈ കുട്ടി ഈ ശലഭജീവിതം ആസ്വദിക്കുമ്പോൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് മുറികളിലേക്ക് ഫാസിസ്റ്റ് ചിന്താഗതികൾ അരിച്ചിറക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത്. ബാസിൽ പറഞ്ഞതുപോലുള്ള ലിബറലൈസേഷൻ അതിന്റെ ഭാഗമായി വരുന്നത്. ഓരോ നിമിഷവും ആഘോഷമാക്കൂ എന്ന് പറയപ്പെടുന്നത്. ചില സംഘടനകൾ വന്ന് നിങ്ങൾ ചങ്ങലകൾ പൊട്ടിക്കൂ, വ്യക്തി സ്വാതന്ത്ര്യം ആസ്വദിക്കൂ എന്ന് പറയുന്നത് ഈ കാലത്താണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് അതിലുണ്ടാവും. അതിന് പുറമെ രക്ഷിതാക്കളുടെ അമിതമായ അവരുടെ മേലുള്ള അമിത പ്രതീക്ഷകളുടെ ഒരു ഭാരം അങ്ങനെ ഉണ്ടാവും. സിലബസും അതേപോലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഒക്കെ ഉള്ള ഒരു റേഡിയസിൽ ഇങ്ങനെ ചുറ്റുമ്പോഴാണ് ഈ കരിയർ ഗൈഡൻസിന്റെയും അമിത പ്രതീക്ഷയുടെയും ഭാരം വന്ന ആ കുട്ടിയുടെ കഴുത്തൊക്കെ ഒടിയുന്നത്. ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഈ രാഷ്ട്രീയം പറയുന്നത്. അതിലേറ്റവും നല്ല ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ പൊസിഷൻ നമ്മൾ പറയുക എന്നുള്ളതാണ്. അതിന് കുറച്ച് പിറകോട്ട് പോകേണ്ടി വരും. ആ കുട്ടി 5ാം ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ആ കുട്ടി 5ാം ക്ലാസ്സിന് മുമ്പ് ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ സംസാരിക്കേണ്ടി വരും. അതിനു മുമ്പ് ആ കുട്ടി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു എന്നത് അവനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിനു മുമ്പ് അവൻ എന്തായിരുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു എന്നതിന് എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത് യാസീനിലെ 77 ഒരു ആയത്താണ്. അതിൽ ഒരു നുത്തുഫയായിരുന്നു നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. നിങ്ങളത് കാണുന്നില്ല, നിങ്ങളൊരു നുത്തുഫയായിരുന്നു, നുത്തുഫയിൽ നിന്നാണ് ഉണ്ടായെന്നുള്ളത്. അതിൽ മദീന മുനവറയിലെ മുഹമ്മദ് തഖിയുദ്ദീൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ കൊടുത്തത്, നുത്തുഫക്ക് കൊടുത്തത് മിക്സഡ് ഡ്രോപ്പ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡിസ്ചാർജ് എന്നാണ്. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും 2 തുള്ളികൾ ചേർന്ന ഒന്നായിരുന്നു നീ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമാണ്. വ്യക്തി സ്വാതന്ത്ര്യം ആഘോഷിക്കൂ, എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിയൂ എന്ന് പറയുമ്പോൾ SFIയോ മറ്റു സംഘടനകളോ വന്ന് പറയുമ്പോൾ ആ കുട്ടിയോട് നമ്മൾ പറയേണ്ടത് നിങ്ങളൊരു നുത്തുഫയായിരുന്നു ആദ്യം എന്നുള്ളതാണ്. നിങ്ങളൊരു കണ്ടിന്യൂറ്റിയുടെ ഒരു നൈരന്തര്യത്തിന്റെ ഭാഗമായാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് നമ്മൾ പറയണം. അതുകൊണ്ടാണ്
ആ നൈരന്തര്യത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ടാണ് ജിബ്രാൻ പറഞ്ഞത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല, അവർ നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ആ ഒരു തലത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ. പിന്നെ ആ കുട്ടിയുടെ ഓരോ ഘട്ടം കഴിയും തോറും നമ്മൾ അതിലെ രാഷ്ട്രീയം അവനോട് പറഞ്ഞു കൊടുക്കണം. ആ കുട്ടി ഒരു ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ ജനിച്ചു വീണ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇന്ന് ഗസയിൽ ഈ സയനിസം അതിൻ്റെ ഭീകരരൂപം പൂണ്ട് ഒരു പെരുമ്പക്ഷിയെ പോലെ ഗസയെ കുടഞ്ഞ് കടിച്ചു കീറി അവിടെയുള്ള കുട്ടികളെ നശിപ്പിച്ച് രക്തസാക്ഷികളായി ആ കുട്ടികൾ സ്വർഗലോകത്തൊരു ഗസയുണ്ടാക്കുന്നു എന്ന് കവി പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഇവർക്കില്ല. കാരണം ഇവിടെ അവർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരുന്നു. ഇവിടെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഒരു ദൃഢമായ രാഷ്ട്രത്തിലാണ് ആ കുട്ടി ജനിച്ചു വീണത്. നിങ്ങൾ ജനിച്ചു വീണത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ +2 കുട്ടികൾ ജനിച്ചു വീണത്. അവൻ സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അവൻ മദ്രസയിലേക്ക് പോകും. മദ്രസ സംവിധാനം എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. ബാഫക്കി തങ്ങളുടെയും ഈ കേരളത്തിലെ ഉലമാക്കളുടെയും ഉമറാക്കുകളുടെയും പങ്ക് എത്രമാത്രമാണ് അവന്റെ ധാർമ്മികവും ആധ്യാത്മികമായ മൂല്യങ്ങളെ വജ്രരൂപം കണക്കെ അല്ലെ വജ്രം കണക്കെ തിളങ്ങുന്നതാക്കാൻ ഷാർപ്പാക്കാൻ വേണ്ടി അവനെ പ്രാപ്തനാക്കിയത് ഇവിടെയുള്ള ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനവും രാഷ്ട്രീയവുമാണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കണം. അവൻ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ പാഠപുസ്തകത്തിൽ അവൻ അറബി പുസ്തകം കാണുന്നുണ്ട്. ആ അറബി പാഠപുസ്തകം അവൻ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആ അറബി പാഠപുസ്തകം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ സംസ്കൃത പാഠപുസ്തകം ഉറുദു പാഠപുസ്തകം നിലനിർത്താൻ വേണ്ടി മജീദും റഹ്മാനും കുഞ്ഞിപ്പയും പിടഞ്ഞു വീണ് മലപ്പുറത്തിന്റെ മണ്ണിൽ മരിച്ചിട്ടുണ്ട്, രക്തസാക്ഷിയായിട്ടുണ്ട്. ആ രക്തത്തിന്റെ പാട് ആ അറബി പാഠപുസ്തകത്തിലുണ്ട്. അത് പഠിപ്പിക്കാൻ വരുന്ന അറബി അധ്യാപകൻ എങ്ങനെയാണ് ആ അറബി അധ്യാപക തസ്തിക കേരളത്തിൽ ഉണ്ടായതെന്ന് അവനോട് പറയേണ്ടതുണ്ട്. കുട്ടി ഒരു പണവും കൊടുക്കാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസം നേടുമ്പോൾ എങ്ങനെയാണ് അവന് തൊട്ടടുത്ത് സ്കൂളുകൾ വന്നത് എന്നാണ് സലാം സാഹിബ് നേരത്തെ പറഞ്ഞത്. അതിൽ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പങ്കിനെ, അതുപോലെ KM സിദി സാഹിബിന്റെ പങ്കിനെയൊക്കെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അവനൊരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ആ ക്ലാസ് റൂം കേരളത്തിന്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ തൊട്ടടുത്ത് മറ്റൊരു ജാതിയിലുള്ള മറ്റൊരു മതത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഒരു ബഹുസ്വരമായ ഒരു ക്ലാസ് മുറികളാണ് ഇന്ന് കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ളത്. അതുണ്ടായത് എങ്ങനെയാണ് എന്ന് പറയേണ്ടതുണ്ട്. കേരളത്തിൽ ആദ്യമായ ഒരു കർഷക സമരം നടന്നത് കർഷകരുടെ വിളകൾക്ക് കൂടുതൽ പണം ലഭിക്കാനോ അല്ലെങ്കിൽ കൂലി അധികം ലഭിക്കാനോ വേണ്ടിയിട്ടല്ല. പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്നാണ് അയ്യങ്കാളി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പുലയ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ കഴിയാത്ത ഒരു കാലത്ത്, പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിയെ സ്കൂളിൽ അയച്ചതിന്റെ പേരിൽ വലിയ കലാപം നടന്ന കാലത്ത്, പുലയ കുട്ടികൾ സ്കൂളിൽ ചേർന്നതിന്റെ പേരിൽ സ്കൂളുകൾ കത്തിച്ച കാലത്ത്, അശുദ്ധമായി എന്ന് പറഞ്ഞ് കത്തിച്ച കാലത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ, പാഠമില്ലെങ്കിൽ പാടത്തേക്ക് ഞങ്ങളുമില്ല എന്ന് പറഞ്ഞാണ് കർഷക സമരം നടന്നത്. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സമരമാണ്. അത് നമ്മൾ ആ കുട്ടിയുടെ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. തൊട്ടടുത്തിരുന്നിരുന്ന് ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല കേരളമെന്നും, സഹോദരൻ അയ്യപ്പൻ ഒന്നിച്ചിരുത്തി പന്തിഭോജനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ നവോത്ഥാന ശില്പികൾ ഉണ്ടാക്കിയ ഒരു ആംബിയൻസും ഒരു ക്ലാസ് റൂമാണ് എന്നുള്ളതെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവന്റെ ഓരോ അവകാശങ്ങളും ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ ഭരണഘടന ഉണ്ടാക്കാൻ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച, വലിയ ത്യാഗങ്ങൾ ചെയ്ത നമ്മുടെ പൂർവികർ, ഞാൻ ഇതൊക്കെ പറയുന്നത് ഒരു നൈരന്തര്യത്തിന്റെയും കൃത്യമായ ഒരു രാഷ്ട്രത്തിന്റെയും നവോത്ഥാന നായകന്മാരുടെ പങ്കിനെയും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പങ്കിനെയും ഭരണഘടനയുടെ പ്രാധാന്യത്തെയും ഒക്കെ ആ കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ കാഴ്ചപ്പാട് ഇന്നത്തെ കുട്ടികൾ നാളെ ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാവേണ്ട ആളുകളാണ്. ഒരു +2 ക്ലാസ് മുറിയിൽ അവൻ ഇരിക്കുമ്പോൾ അവന്റെ ആ നുതുഫ എന്ന് ഞാൻ പറഞ്ഞ ആ 2 തുള്ളി, അതിൽ മാതാവിന്റെ 23 ക്രോമോസോമും പിതാവിന്റെ 23 ക്രോമോസോമും ചേർന്നിട്ടാണ് 46 ക്രോമോസോമുള്ള ആ കുട്ടി ഉണ്ടാവുന്നത്. ആ കുട്ടി ആ സെല്ല് വളർന്ന് വലുതായി ആ കുട്ടിയാവുമ്പോൾ ആ കുട്ടിയുടെ ശരീരം മുഴുവൻ അച്ഛനും അമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ താരാട്ട് പാട്ടിന്റെ ഒരു സ്നേഹച്ചരട് അവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നവോത്ഥാന നായകന്മാരുടെ കരുതലിന്റെ ഒരു ചരടവിടെയുണ്ട്. രാഷ്ട്രത്തിന്റെ ഒരു തണലവിടെയുണ്ട്. ഇതൊക്കെ വന്നിട്ടാണ് ഈ കുട്ടി വളർന്നു വലുതാവുന്നത്. ആ കുട്ടി +2 ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നേരത്തെ ഈ പറഞ്ഞ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സ്നേഹച്ചരടുകളൊക്കെ ചങ്ങലകളാണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പുതിയ വിദ്യാർത്ഥി സംഘടനകൾ. അതല്ല എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് പോപ്പുലർ പൊളിറ്റിക്സ്, അവന് സ്വന്തമായി ഇടം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം പോവുക എന്നത് മാറ്റി നിർത്തി
ഗസയിൽ സഹോദരന്മാർ മരിച്ചു വീഴുമ്പോൾ അതിനെതിരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവൻ ശബ്ദിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. അവന്റെ മൗലിക അവകാശങ്ങളൊക്കെ കൃത്യമായി അനുഭവിച്ചു വന്ന ഒരു കുട്ടി +2 ക്ലാസ്സിൽ അതിന്റെ ആമുഖം പ്രിയാമ്പിൾ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ കൊണ്ടുവന്ന ലക്ഷ്യപ്രമേയത്തിലൂടെ കൊണ്ടുവന്ന ഭരണഘടനയുടെ ആത്മാവ് ഹൃദയം എന്നൊക്കെ പറയുന്ന പ്രിയാമ്പിൾ മാറ്റുമ്പോൾ ഭരണഘടനയെ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ മുഷ്ടി ചുരുട്ടി പ്രതിഷേധം പറയേണ്ടത് ഒരു +2 വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കണം. കേരളത്തിന്റെ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഗുസ്തി താരങ്ങൾ തങ്ങളുടെ പരമോന്നത ബഹുമതികൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വലിച്ചെറിഞ്ഞ് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നീതി കിട്ടാൻ അവരോട് ഐക്യപ്പെടാൻ +2 ക്ലാസ് മുറിയിലെ ആ കുട്ടിയുടെ മനസ്സ് പാകപ്പെടണം എന്ന് പറഞ്ഞാൽ അവൻ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണെന്നും ഈ രാഷ്ട്രീയം അവന്റെ എല്ലാ ഇടങ്ങളിലും അവനെ സ്പർശിച്ചിട്ടുണ്ടെന്നും നമ്മൾ അവനെ ബോധ്യപ്പെടുത്തുകയും കൃത്യമായ രാഷ്ട്രീയം ഓരോ ആളുകളിലും ഉണ്ട് എന്നും രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതും അതൊരു രാഷ്ട്രീയമാണെന്നും ഈ സ്നേഹച്ചരടുകളും സമൂഹത്തിന്റെ ഇഴയടുപ്പമൊക്കെ ചങ്ങലകളാണെന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയത്തിന് മറ്റൊരർത്ഥമുണ്ടെന്നും അവനെ ബോധ്യപ്പെടുത്തി കൃത്യമായ രാഷ്ട്രീയം MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന കുട്ടികൾക്ക് സംവദിക്കണം, അവരുമായി സംസാരിച്ച് ബോധ്യപ്പെടുത്തണം. കാരണം അത് അത്രമേൽ പ്രാധാന്യമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോൺ എന്ന പേരിൽ MSF ഇത്തരത്തിലുള്ള ഒരു സെഷൻ വെച്ചത് എന്ന് മനസ്സിലാക്കുകയാണ്. സാറ് പറഞ്ഞതിന്റെ ഏറ്റവും ലളിതമായ തുടർച്ച എനിക്ക് തോന്നുന്നു ഇവിടെ +1 +2 സ്റ്റുഡൻസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. നമ്മൾ +1 അഡ്മിഷൻ സമയത്ത് അല്ലെ അലോട്ട്മെന്റ് നല്ല മാർക്കുകൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് അലോട്ട്മെന്റുകൾ ലഭിക്കുന്നത് 5ഓ 6ഓ അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് ഇവിടെയുള്ള MSF എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന സമരം ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട് നമുക്ക് +1 അഡ്മിഷൻ കിട്ടിയത്, അല്ലെങ്കിൽ അധിക ബാച്ചുകൾ ഗവൺമെന്റ് അനുവദിക്കേണ്ടി വന്നത്. അപ്പൊ ഏറ്റവും ലളിതമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു പുരോഗതിയുടെ തുടർച്ച അത് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കുള്ള നമ്മളുടെ ഓരോ പ്രയാണം എന്ന് പറയുന്നത് ഇവിടെയുള്ള MSF ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ +1 +2 സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെന്റുകൾ ലഭിക്കാത്ത മാർക്കുകൾ ഉണ്ടായിട്ടും ഒരുപക്ഷെ നമ്മൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും അധിക ബാച്ചുകൾ ഗവൺമെന്റിന് അനുവദിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ അവിടെ MSF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുകയാണ് വിദ്യാഭ്യാസത്തിലേക്കും അതുവഴി ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കരിയർ അടക്കമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ ഒരു വ്യക്തിത്വ വികാസത്തിന്റെ സകല മേഖലകളിലേക്കും നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നമ്മൾ ചലിക്കുന്നതിലോട് കൂടിയാണ്. ഇപ്പൊ നേരത്തെ സാർ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഒരുപക്ഷെ വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പുറമേക്ക് കാണിക്കുന്നതൊന്നും അത്ര വളരെ ഒരു മുഖ്യധാരയിൽ വരുന്ന സമയത്ത് നമ്മൾ അതിനെ വിമർശിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയും നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു വിഷ്വലി വളരെയധികം സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ. നമുക്കറിയാം, ഇന്ന് നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഷോർട്സും റീൽസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. മത ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തട്ടം ധരിക്കണോ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു അപകർഷതാബോധം മക്കളിൽ അറിഞ്ഞോ അറിയാതെയോ ഇൻജെക്ട് ചെയ്യുന്ന ഒരു കൾച്ചർ, അത്തരത്തിലുള്ള ഒരു സാമൂഹിക പരിസരം നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ ഒരു സെഷനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ ഇന്നത്തെ ഒരു സാമൂഹിക പരിസരത്തിൽ എങ്ങനെയാണ് ഈ കുട്ടികൾ അപകർഷതാബോധം പേറുന്നവരല്ലാതെ ഇപ്പൊ ഇവിടെ നിന്നും ഇവർ പോകുന്ന സമയത്ത് ഹൈക്കോൺ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്തും തങ്ങളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഞാൻ എന്താണ്, ഒരുപക്ഷെ ഈ ഒരു സാമൂഹിക പരിസരത്തിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് അതിൽ എന്നെ ഞാൻ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, എൻ്റെ ശരി ഇതാണ് എന്ന് പറയുന്ന രീതിയിൽ അവർ എംപവേർഡ് ആകുന്ന രീതിയിൽ അവരുടെ ഒരു സ്വത്വത്തെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും പറയാനുള്ളത്? ഒരു ടേക്ക് ഹോം എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് എന്തായിരിക്കും? ഇവിടെ പറഞ്ഞതുപോലെ വിഷ്വലിയുള്ള മീഡിയകളുടെ സ്വാധീനം ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ലിബറലിസത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അറിയാതെ വരുന്ന പിന്നിലൂടെ വരുന്ന ശത്രുവാണ്. ഒരിക്കലും ആശയപരമായി ഡയറക്റ്റ്ലി അല്ല ഈ ആശയങ്ങൾ വരിക എന്ന് ഞാൻ പറഞ്ഞു. ഒരൊറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറയാം. ഇപ്പോൾ നമ്മള് വീട്ടില് നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ അല്ലെങ്കിൽ സഹോദരന്മാരെയൊക്കെ കൂടെ ഒരു സിനിമ കാണുകയാണെന്ന് വിചാരിക്കാം. ആ സിനിമയിൽ ഒരു കള്ളുകുടിയുടെ രംഗം ഉണ്ട് എന്ന് വിചാരിക്കും. കള്ളുകുടി രംഗം പൊതുവെ ഒരു കോമഡി സീനായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു കള്ളുകുടി സീന് കാണുന്നു,
അതിൽ കുറെ കോമഡി പറയുന്നു. അപ്പൊ എന്താ ചെയ്യാ, ഉപ്പയും ഉമ്മയൊക്കെ ചിരിക്കുണ്ടാവും, ഭയങ്കര ചിരിയായിരിക്കും. സഹോദരന്മാരും സഹോദരിയൊക്കെ ചിരിക്കുണ്ടാവും. അപ്പൊ നമ്മള് ഒരു ചെറിയൊരു 5 വയസ്സുള്ള കുട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്കാം. അതിന്റെ നമ്മുടെ കൂടെ ഇരിക്കുന്ന 5 വയസ്സുള്ള കുട്ടി, ആ കുട്ടി എന്താ കാണുന്നത്? സ്ക്രീനിൽ കാണുന്നത് കള്ളുകുടിയാണ്. ഉപ്പാനെ നോക്കുമ്പോൾ കാണുന്ന ഉപ്പ ചിരിക്കുന്നു, ഉമ്മാനെ നോക്കുമ്പോൾ ഉമ്മയും ചിരിക്കുന്നു, സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോ അവിടെ സ്വാഭാവികമായും ആ കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായും ആ കുട്ടിയുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആശയം വളരെ സിമ്പിളാണ്. ഈ സ്ക്രീനിൽ കാണുന്ന കള്ളുകുടി എന്ന് പറയുന്ന കാര്യം അത് വളരെ ലാഘവത്തോടു കൂടി, നമ്മളെ ഒരു കടയിൽ പോയി ഒരു സർബത്ത് കുടിക്കുന്നത് പോലെ ഉമ്മയിപ്പൊക്കെ കണ്ടില്ലേ ചിരിച്ച് ലഘൂകരിക്കുന്നത് കാണുന്നില്ല. അത്ര സിമ്പിളായ ഒരു കാര്യമാണ് എന്ന ഒരു ആശയം അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ഞാൻ പറയുന്നത് ഇത് നമുക്ക് തടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് ഈ ആശയം, അതായത് മറ്റൊരാളെ ഉപദ്രവിക്കാത്ത എന്തും ശരിയാണ്, നമുക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാം എന്ന ആശയം, ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാണ് കള്ളുകുടിയുടേത്. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിരന്തരമായി സിനിമകളിലൂടെ, റീലുകളിലൂടെ, വെബ് സീരീസുകളിലൂടെ നിരന്തരമായി വരികയാണ്, പരസ്യങ്ങളിലൂടെ പോലും വരികയാണ്. ഇപ്പോ അവസാനം ഇറങ്ങിയ കുറച്ച് മലയാള സിനിമകളുടെ പ്രമേയങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അബോഷൻ, അതായത് അബോഷൻ ചെയ്യുക എന്നുള്ളത് ഒരു ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബ സംവിധാനം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുടുംബ സംവിധാനം അങ്ങേയറ്റം മോശമാണ്, അത് ആവശ്യമില്ല എന്ന രൂപത്തിലുള്ള സിനിമകൾ വരുന്നു. വിവാഹം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത സമ്പ്രദായമാണ് എന്നുള്ള സിനിമകൾ വരികയാണ്. ഞാൻ പറയുന്ന കുടുംബ സംവിധാനത്തിന് ഒരു പ്രശ്നമില്ല എന്നല്ല, ഒരുപാട് മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ കുടുംബം എന്ന് പറയുന്ന കാര്യം തന്നെ, വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ, കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ മോശമാണ് എന്ന ചിന്ത എന്ത് ചെയ്യാണ്, നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഇടുകയാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നമുക്ക് തടുക്കാനൊന്നും കഴിയില്ല, മറിച്ച് ഇത് ഇങ്ങനെ ഒരു ആശയമാണ് എന്ന ചിന്ത നമുക്ക് ആളുകളിലേക്ക് പകരാൻ പറ്റും. നമ്മൾ ലിബറലിസത്തെ കുറിച്ച് പറയാറുള്ളത് റിലീജിയൻ ഓഫ് 21st സെഞ്ചുറി എന്നാണ്. നമ്മൾ ഒരുപാട് മതങ്ങളൊക്കെ ഈ ലോകത്തുണ്ട്, പക്ഷെ 21ാം നൂറ്റാണ്ടിന്റെ മതം അത് ലിബറലിസമാണ്. അപ്പൊ ഇത് ലിബറലിസം എന്ന് പറയുന്ന ഒരു മതമാണെന്നും ആ മതത്തിന് ഇന്ന ആശയങ്ങൾ ഉണ്ടെന്നും ആ ആശയങ്ങളുടെ ഉപോത്ഫലകമായി വരുന്ന അതിന്റെ പ്രോഡക്ട്സ് ആണ് ഈ ചിന്തകളെന്നും നമ്മുടെ ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ചെയ്താൽ ഇപ്പൊ എന്താ കുഴപ്പം, അതുകൊണ്ട് ഇപ്പൊ ആർക്കും ഉപദ്രവമില്ലല്ലോ, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നില്ലല്ലോ, ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ എന്താ, എന്റെ ജീവിതം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതല്ലേ, ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ, ഈ ആശയങ്ങൾ ഈ ലിബറലിസം എന്ന് പറയുന്ന മതത്തിന്റെ ഉൽപ്പന്നമാണ്. അപ്പൊ ഇതൊരു മതമായി തന്നെ നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ആശയത്തെ ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് കണ്ടാലും, വെബ് സീരീസുകൾ കണ്ടാലും, റീലുകൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും ഇതാണ് സാധനം എന്ന് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആ നിലക്ക് പിന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോ നമ്മുടെ ചെറിയ തലമുറക്കടക്കം, ചെറിയ കുട്ടികൾക്കടക്കം ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ പകരുക എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായി തന്നെ വരേണ്ടത്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം ഇനി അങ്ങോട്ട് ഇത് വളരെ വ്യാപകമാവാൻ പോവാണ്. എല്ലാ തിന്മകളെയും നോർമലൈസ് ചെയ്യപ്പെടുന്ന, എല്ലാ തിന്മകളെയും ലഘൂകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അത് ഇനി കൂടുകയുള്ളൂ. അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ആശയമായി തന്നെ, ഇപ്പോ ഇസ്ലാമിനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാം ഇത്രയും നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നത് ഒരുപാട് ആശയങ്ങളെ കായികമായും ആശയപരമായും നേരിട്ടുകൊണ്ട് തന്നെയാണ്. ചെങ്കിസ് ഖാന്റെ ആക്രമണം, അതിനു മുമ്പ് പിന്നെ മക്കയിലുള്ള മുശ്രിക്കുകളുടെ ആക്രമണം, അതുപോലെ തന്നെ കുരിശ് യുദ്ധം, വർഷങ്ങളോളം നീണ്ട യുദ്ധങ്ങൾ, മിഷനറിമാരുടെ ആശയപരമായ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളുടെ ആശയപരമായ യുദ്ധങ്ങൾ, ഇതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ലിബറലിസം എന്ന് പറയുന്ന നമ്മൾ അറിയാതെ വരുന്ന ശത്രുവിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. പക്ഷെ അതിന് ആദ്യം വേണ്ടത് ഇതൊരു ശത്രുവാണെന്നും, ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യവൽക്കരിക്കല്ല, മറിച്ച് പിന്നെ ആശയപരമായ ഒരു എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്നുള്ളതും, അതിന്റെ ആശയങ്ങൾ ഇന്ന രൂപത്തിലാണ് നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളതും, അതെങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുക എന്നുള്ളതും നമുക്ക് കൃത്യമായി ധാരണ ഉണ്ടാവുക. ആ ധാരണ പുറത്ത് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജികളും നമ്മുടെ പ്രവർത്തനങ്ങളും നിശ്ചയിക്കാൻ സാധിക്കുക എന്നുള്ളതായിരിക്കണം നമുക്ക് സാധിക്കേണ്ടത്. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു സിനിമ കാണുമ്പോൾ, ഒരു റീല് കാണുമ്പോൾ, ഒരു ഷോർട്സ് കാണുമ്പോൾ കേവലമായി അതിൽ കുറെ മനുഷ്യാവകാശം പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് പുറത്ത് ഇത് ഏത് ആശയത്തിൽ നിന്ന് വരുന്നതാണ് എന്ന ചിന്ത കൂടി നമുക്ക് അതിന്റെ കൂടെ ഉണ്ടാകാൻ സാധിക്കണം എന്നുള്ളതാണ് ഒരു ടേക്ക് ഹോമായി എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം നമ്മൾ ഇവിടെ കൂടിയിരുന്നു. അപ്പൊ നേരമൊക്കെ നമ്മൾ നമ്മുടെ സെഷന്റെ പേര് സൂചിപ്പിച്ചതുപോലെ സാമൂഹിക രാഷ്ട്രീയ പരിസരങ്ങളിലെ ഞാൻ എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. എനിക്കറിയാം ഒരിക്കലും ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആശങ്കകളുടെയും ചോദ്യങ്ങളുടെയൊക്കെ ഒരു തുടക്കം മാത്രമായിരിക്കും ഇന്നിവിടെ ബാസിൽ സാറിനോടൊപ്പം മുഹമ്മദ് അലി സാറിനോടൊപ്പം ഒക്കെ ചേർന്ന് നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്.
പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ സെഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു കൗമാര കാലഘട്ടത്തിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നോട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിലെ ഓരോന്നിനെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഒക്കെ നിർമ്മാണ പ്രക്രിയയിൽ കൃത്യമായ പങ്ക് വഹിക്കേണ്ടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെ റിഫൈൻ ചെയ്യാൻ, നമ്മളെ സ്ഫുടം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സാമൂഹിക പരിസരത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, ഒരു വിശ്വാസിയായിക്കൊണ്ട് എനിക്ക് എങ്ങനെ നിലനിൽക്കാനാകും എന്നതിനെ കുറിച്ചുള്ള കുറച്ച് തോട്ട്സ് ബാസിൽ സാറിന്റെ സംസാരത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് തന്നെ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മളുടെ ശരിതെറ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും നമ്മളുടെ ധാർമ്മികമായിട്ടുള്ള ഒരു കോമ്പസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടും ഇന്നത്തെ MSFന്റെ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും പൂർണ്ണരാവുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തി, കുടുംബം, സമൂഹം, നമ്മളുടെ ഒരു പേഴ്സണൽ സ്കില്ലിൽ നിന്നും പ്രൊഫഷണൽ സ്കില്ലിൽ നിന്നും ഈ 2 എക്സലൻസിൽ നിന്നും ഒരു പബ്ലിക് സർവീസിലേക്ക് കൂടി എത്തുന്ന രീതിയിലുള്ള സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മളെ സ്ഫുടം ചെയ്യുന്ന, അപരന് വേണ്ടി സംസാരിക്കുന്ന രീതിയിലുള്ള മക്കളായിട്ട് നിങ്ങൾ ഓരോരുത്തരും വളരട്ടെ. അതിനുള്ള ഒരു തുടക്കം മാത്രമാകട്ടെ ഈ ഒരു ചർച്ച. ഇനിയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിരന്തരം നിങ്ങളോട് തന്നെ ചോദിക്കുകയും ചുറ്റും നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.